വടക്കേ മലബാറിന്റെ മരുത്വാമലയായി കാവേരികുളം ദേവീക്ഷേത്രം. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. വിശ്വാസത്തിൻ്റെ കൂട്ടായ്മയിൽ വിളങ്ങി നിൽക്കുന്ന ഒട്ടനവധി ആരാധനാ കേന്ദ്രങ്ങളുണ്ടെങ്കിലും ആത്മീയ വെളിച്ചത്തിൻ്റെ തേജസ് തെളിഞ്ഞു വരുന്ന പൗരാണികമായ ദേവസന്നിധിയാണ് തിരുമേനി കോറാളിയിലെ കാവേരികുളം ദേവീക്ഷേത്രം. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരവും പ്രദേശത്തിൻ്റെ പ്രകൃതിപരമായ പ്രത്യേകതയും കൊണ്ട് ശ്രദ്ധേയമാകുന്ന ഇവിടെ അടുത്ത കാലം മുതലാണ് നാനാജാതി മതസ്ഥരായ വിശ്വാസികളുടെ സാന്നിധ്യം വർദ്ധിച്ചു വരുന്നത്. വടക്കേ മലബാറിലെ മരുത്വാമല എന്നറിയപ്പെടുന്ന ഇവിടെ ശിവഗിരി മഠത്തിൻ്റെ മേൽനോട്ടത്തിൽ ശാരദാമഠം സ്ഥാപിക്കുന്നതിൻ്റെ പ്രഥമഘട്ടമാണ് പൂർത്തീകരിച്ചത്. ഈ സ്ഥാനത്ത് പുതുതായി നിർമ്മിക്കുന്ന ശാരദാമഠത്തിന് പാതുക ശിലാന്യാസകർമ്മം ബുദ്ധപൗർണമി ദിനത്തിൽ തുടക്കം കുറിച്ചപ്പോൾ പ്രദേശത്തിന് അതൊരു മാറ്റത്തിൻ്റെ പുതിയ പാതയായി മാറിക്കഴിഞ്ഞു. രാവിലെ 10:35-നും 11-നും മധ്യേ ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ സ്വാമികളാണ് ശിലാന്യാസ കർമ്മം നിർവഹിച്ചത്. തല്ലാകവം പറകിലില്ലാരണം ക്രിയകൾ മല്ലാടുകില്ല മതി സല്ലാലുമീ നിലയിലുണ്ടാകയില്ലറിവ് അഖണ്ഡാനുഭൂതിയിലും കണ്ടാലിൽ വീണും അതുണ്ടാരണിക്കുമൊരു പണ്ടാണു സൂരി സുഹൃതി. ചെറുപുഴ പഞ്ചായത്തിലെ കോറാളി എന്ന സ്ഥലത്ത് ശാരദാമഠം സ്ഥാപിക്കുന്നതിന് ശിവഗിരി മഠവും കാവേരികുളം പ്രദേശവാസികളും വിവിധ ജില്ലകളിൽ നിന്നുള്ള ഗുരുദേവ വിശ്വാസികളും ഗുരുദേവനാൽ പ്രതിഷ്ഠിതമായ മലബാറിലെ ക്ഷേത്രം ഭാരവാഹികളും മറ്റ് സാമൂഹിക, സാംസ്കാരിക,
രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായ വ്യക്തിത്വങ്ങളുമാണ് എത്തിച്ചേർന്നത്. ആയിരത്തി 1912 കേരളത്തിൻ്റെ തെക്കേയറ്റമായ വർക്കല ശിവഗിരിക്കുന്നിൻ്റെ താഴ്വരയിൽ ജ്ഞാനേശ്വരിയായ ശ്രീ ശാരദാദേവിയെ ഗുരുദേവൻ പ്രതിഷ്ഠിച്ചതിൻ്റെ ഓർമ്മയിലാണ് ഇവിടെയും ശാരദാമഠം സ്ഥാപിക്കുന്നത്. ആ ദിനത്തിൽ നടന്ന സർവമത സമ്മേളനത്തിൽ ടി.ഐ. മധുസൂദനൻ എം.എൽ.എ, പഞ്ചായത്ത് പ്രസിഡന്റ് കെ.എഫ്. അലക്സാണ്ടർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും മറ്റ് മതങ്ങളിലെ പണ്ഡിത ശ്രേഷ്ഠരുമാണ് പങ്കെടുത്തത്. കർണാടകയിലെ തലക്കാവേരിയുമായി ബന്ധമുള്ള കാവേരികുളത്ത് പതിറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ ആരാധനാക്രമം നടന്നു വന്നിരുന്നു. നിലവിലുള്ള ചെറിയ ക്ഷേത്രത്തിന് മുന്നിലെ കരിങ്കൽ ഇടങ്ങളിലുള്ള ചെറിയ കുളം ഏത് കൊടുംവേനലിലും വറ്റാത്തതാണ്. ചെറുമീനുകളുള്ള കുളത്തിന് തലക്കാവേരി ക്ഷേത്രത്തിലെ തീർത്ഥക്കുളവുമായി ബന്ധമുണ്ട് എന്നാണ് വിശ്വാസം നിലനിൽക്കുന്നത്. ശാരദാമഠത്തിൻ്റെ ശിലാസ്ഥാപനം ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ സ്വാമികളാണ് നിർവഹിച്ചത്. ഇപ്പോൾ 112 വർഷമായിട്ട് ഇവിടെ ഈ കണ്ണൂർ ജില്ലയിൽ കാവേരിക്കുളം എന്നുള്ള ഈ പുണ്യസ്ഥലത്ത് ശിവഗിരി മഠത്തിൻ്റെ ഒരു ശാഖാസ്ഥാപനമായ ആശ്രമം ഉയർന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരു ശാരദാമഠം ഇവിടെ സ്ഥാപിക്കണമെന്ന് തീരുമാനിക്കുകയും ആധ്യാത്മിക വിഷയങ്ങളിലുള്ള ശ്രദ്ധയും നിഷ്ഠയെയും എടുത്തു കാണിക്കുന്നതാണ്. ശ്രീനാരായണ ഗുരുവിലും ഗുരുവിൻ്റെ പ്രസ്ഥാനത്തിലുമുള്ള ശ്രദ്ധയെ വെളിവാക്കുന്നതാണ് ഈ സംഭവം. കാലങ്ങളായി വിശ്വാസമനസ്സുകളിൽ ആത്മീയ വെളിച്ചമായി നിലനിന്ന ചെറുക്ഷേത്രത്തിൻ്റെ പ്രാധാന്യവും പ്രത്യേകതയും കണ്ടറിഞ്ഞാണ് അറിവിൻ്റെയും അക്ഷര വെളിച്ചത്തിൻ്റെയും തേജസ് കൂടിയായ ദേവീ സങ്കല്പത്തിലെ ആരാധനാ രീതിക്ക് കൂടുതൽ പ്രഭ നൽകാൻ ശാരദാമഠം സ്ഥാപിക്കാനുള്ള ഉദ്യമത്തിന് ഇവിടെ തുടക്കമിട്ടിരിക്കുന്നത്. പ്രകൃതി സൗന്ദര്യത്തിൻ്റെ വിധിയറിഞ്ഞ് ആത്മീയ യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ അനുഭവങ്ങളും അനുഭൂതിയും നൽകുന്ന ആത്മീയ കേന്ദ്രമായി മാറുകയാണ് വടക്കിൻ്റെ മരുത്വാമലയായി പരിണമിക്കുന്ന കാവേരികുളം ദേവീക്ഷേത്രസ്ഥാനം. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.